ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. നമ്മളും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. വിഷുവൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണിത്. വളരെ രാവിലെ ഇന്ന് ദോശയും നീർദോശയും തക്കാളി ഉള്ളിയും കൂടെ വാട്ടിയതാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കിയത്. കുഞ്ഞാപ്പൂ അവിടെ ഉണ്ട്, ഉറക്കൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ദോശ, നമ്മളൊരു നീർദോശ രാവിലെ പച്ചരി അരച്ചിട്ട് ചൂടൂല്ലേ, അതാണ് കേട്ടോ. അത് നല്ല വെള്ളം പോലെ അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ വലിപ്പത്ത് കിട്ടും. അന്നേരം ചാറ് കറിയൊന്നും കൂട്ടിയിട്ട് എനിക്കിഷ്ടമില്ല. ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. തക്കാളി ഉള്ളിയും വാട്ടിയത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അന്നേരം ഇതെൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നീർദോശ. മുപ്പര് ഉഴുന്നിൻ്റെ ദോശ അങ്ങനത്തെ ഒന്നും തിന്നില്ല. ഇങ്ങനത്തെ ദോശയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ ബോണി ഉണ്ട് ഇവിടെ രാവിലെ വന്നിട്ട്. രാവിലെ ചാണി നോക്കി വരും കേട്ടോ. ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നോക്കും. അവൻ്റെ വിസിറ്റിംഗ് ടൈമാണ് രാവിലെ അങ്ങനെ വരുള്ളൂ, പിന്നെ അങ്ങനെ വരില്ല. പിന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള പാത്രങ്ങളാണ് കേട്ടോ. കുറേ പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ച്. ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ, മക്കൾ മാത്രമേ ചായ കുടിച്ചിട്ടുള്ളൂ. ഞാൻ രാവിലത്തെ പണികളെല്ലാം ഒരുവിധം ഒതുക്കി വെച്ചിട്ടാണ് കേട്ടോ ചായ കുടിക്കാൻ നിൽക്കുള്ളൂ. എന്താ വെച്ചാൽ പണീൻ്റെ ഇടയിൽ കൂടെ ചായ കുടിച്ചാൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. എനിക്കിങ്ങനെ ആസ്വദിച്ച് സാവകാശം ചായ കുടിക്കണം. ഇടയ്ക്ക് കുഞ്ഞാപ്പൂ ചായ കുടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അവളെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ അങ്ങ് വാങ്ങിയതാണ്. അല്ലേ അത് അപ്പാട് വെള്ളത്തിലൊറ്റ മുക്കലങ്ങ് മുക്കും. ഇപ്പോൾ രാവിലെ കുറുക്ക് കൂടിയൊന്നുമില്ല. ഞാൻ കുറുക്ക് കൂടിയൊക്കെ അങ്ങോട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. വെച്ചാൽ 3 വയസ്സാകാനായില്ലേ. ഇനി കുറച്ച് അംഗൻവാടിയിലൊക്കെ കൊണ്ടുവിടണമെങ്കിലും സ്കൂളിലൊക്കെ അടുത്ത വർഷം പോകണമെങ്കിലൊക്കെ ഒന്ന് നമ്മൾ ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ നമ്മളെന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ രാവിലെ കൊടുക്കുന്നത്. അതിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കടിയൊക്കെ ലേശമൊക്കെ തിന്നുള്ളൂ. അതല്ലേ കുറേ കഴിയുമ്പോൾ ലേശം കൂടി കൊടുക്കുമ്പോൾ അങ്ങനെ തിന്നും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവളെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണേ. നമ്മളെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും വേണം കേട്ടോ. നമ്മളെ പാത്രം കഴുകുന്ന സ്ഥലമെല്ലാം കോൺക്രീറ്റ് ഇട്ടതായിരുന്നു കേട്ടോ. എലി വന്നിട്ട് പെരിച്ചാഴീൻ്റെ ശല്യം ഭയങ്കര കേട്ടോ. പെരിച്ചാഴി വന്ന് മാന്തി ഇതാക്കും. പിന്നെ നമ്മൾ ഈ ടാങ്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അതിൽ വെള്ളം അടിക്കുന്നുണ്ട് നിൽക്കുക കേട്ടോ. അതായത് വെള്ളമൊന്നും അതിൽ അടിക്കാൻ വേണ്ടി വാങ്ങിയതല്ല. അതന്ന് പിന്നെ അടവിന് മേടിച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ ആഴ്ചക്ക് അടവിന് കൊണ്ടുവരുന്നുണ്ട്. അന്നേരം അങ്ങനെ മേടിച്ചത്. നമ്മൾ സ്ഥലം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അന്നേരം അവിടെ തറേൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടിച്ചു വെക്കണമല്ലോ. അങ്ങനെ ടാങ്ക് മേടിച്ചിട്ടോ. പിന്നെ ഇതുവരെ തറപ്പണി നമ്മൾ തുടങ്ങിയിട്ടില്ല. ടാങ്കിൻ്റെ അടവ് ഏകദേശം തീരാനായി കേട്ടോ. അത് ആഴ്ചക്ക് അടവാണ്. അത് തീരാനായി. പക്ഷെ പെരപ്പണി തുടങ്ങിയിട്ടില്ല കേട്ടോ. അന്നേരം അതവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് പോസ്റ്റായിട്ട്. മേടിക്കുകയും ചെയ്ത്. അന്നേരം പാത്രം കഴുകൽ രാവിലെ കുറേ വെള്ളം കൊണ്ടുവരണം. വെള്ളം തോനെ വേണം നമുക്ക്. ഈ പാത്രം കഴുകുന്ന പരിപാടിക്കും ബാത്റൂമിലേക്കാണ് കേട്ടോ വെള്ളമേറ്റൽ. അത് രാവിലെ കൊണ്ടുവന്ന് നിറയ്ക്കലൊരു പണിയാണ് കേട്ടോ. ഒരു പാത്രം കഴുകി കഴിഞ്ഞാൽ അവിടെയൊക്കെ അടിച്ചൊക്കെ വൃത്തിയാക്കി വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കളഞ്ഞിട്ടില്ലേ അവിടെ ഇങ്ങനെ ഒരു പായൽ പിടിച്ചോലുണ്ടാവും. അതിൽ പാത്രം കഴുകി കയ്യോടെ തന്നെ ആ ഒരു പണിയും കൂടെ അങ്ങോട്ട് എടുക്കണം കേട്ടോ. ഇവിടെയൊക്കെ എലി മാന്തി ഒരു ഭാഗ്യമൊക്കെ വെച്ച് ഞങ്ങൾ പുഴയിൽ നിന്ന് ചെറിയ കല്ലും അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ലെവലാക്കും കേട്ടോ. എലി പിന്നെയും വന്ന് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് എലി ഉണ്ടാവും മാന്തി ആകെ കുഴിച്ച് വെച്ചിന്. എലീനെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അന്നേരം അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനി വെള്ളമായിട്ടെല്ലാം കേട്ടോ അടുത്ത പണി. അതിന് തുണി അലക്കാനുണ്ട്. അങ്ങനെ രാവിലത്തെ ഒരു പണി ഒരു വല്ലാതെ തിരക്കായിരിക്കും എല്ലാവർക്കും. ഇതിനൊക്കെ കറിയൊന്നും ആക്കിയില്ല കേട്ടോ. ഇനി കറി വെക്കണം. രാവിലെ തക്കാളി ഉള്ളി മാത്രമേ വാട്ടിയിട്ടുള്ളൂ. അതായത് ഇനി കറിയും മീനും വാങ്ങി വെച്ചിട്ടുണ്ട്, അതൊന്ന് വറക്കണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇനി ബാലൻസ് കിടക്കുന്നുണ്ട് കേട്ടോ. വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന് അടുത്ത വർഷം ദൈവം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ആരോഗ്യം ആയുസ്സൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. നമ്മളിങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. ഒരു ഭക്ഷണം വകയൊന്നും ഇല്ലാത്ത എത്രയോ കുട്ടികൾ എവിടെയൊക്കെയോ ഉണ്ടല്ലേ. അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിൽ ജീവിക്കും പോലെയാണ്. അങ്ങനെ ബാത്റൂമിൽ വെള്ളം കുറച്ചുണ്ട്. എന്നിട്ട് ബാക്കി ഞാൻ കൊണ്ടുപോയി നിറച്ച് ബാത്റൂമൊക്കെ കഴുകി അങ്ങനെയുള്ള പരിപാടികളൊക്കെ എടുത്തു കേട്ടോ. അതാ കുഞ്ഞാപ്പൂ ചക്കരേനെ ഊഞ്ഞാലാട്ടുണ്ട്. ഇത് ഇന്നലെ ഉച്ചയ്ക്ക് സ്വൈര്യം തരുന്നില്ല. ഊഞ്ഞാൽ കെട്ടിക്കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു സ്വൈര്യം തരുന്നില്ല. അങ്ങനെ ഒരു മുണ്ടൊക്കെ എടുത്തൊരു കയറൊക്കെ എടുത്തിട്ട് അവിടെ കെട്ടിക്കൊടുത്താണ് കേട്ടോ. കുറച്ച് നേരം എവിടെയെങ്കിലും മുണ്ടാണ്ടിരിക്കില്ല. പക്ഷേ പുഴയിലേക്ക് ഇറങ്ങുന്ന വഴിയായതുകൊണ്ട് പേടിയാകും. സ്പീഡിൽ ആടുമ്പോൾ പതുക്കെ ആടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കൊടുത്തു. നമ്മൾ പുഴയിലെല്ലാം വെള്ളം പറ്റ കുറഞ്ഞു കേട്ടോ. എനിക്ക് പുതപ്പൊക്കെ അലക്കാണ്ട് വലിയ പുതപ്പാണ് കേട്ടോ അലക്കാനുള്ള. കുട്ടികൾ പുതക്കുന്നത് നമ്മൾ പിന്നെ ചെറുതാണ് പുതയ്ക്കൽ. എൻ്റെ മക്കൾക്ക് പിന്നെ എത്ര വെയിലും ചൂടാണെങ്കിലും വലിയ പുതപ്പ് തന്നെ പുതയ്ക്കണം. അന്നേരം അതൊക്കെ അലക്കണമെങ്കിൽ വെള്ളം വളരെ കുറവാണ് കേട്ടോ. വെള്ളത്തിൽ മുങ്ങാനൊന്നുള്ള ഇതൊന്നും ഇല്ല. അന്നേരം മഴ പിടിക്കുന്നതിന് മുന്നേ വിറകിൻ്റെ പരിപാടിയൊക്കെ തീർത്തു കേട്ടോ. ഇനി വിറകടുക്കൽ പരിപാടിയൊന്നുമില്ല. ഇനി പുതപ്പൊക്കെ ഒന്ന് അലക്കി ഉണക്കി വെക്കണം. പിന്നെ നമ്മളെ പെരേൻ്റെ മുകളിൽ ചോർച്ചുള്ളല്ലേ വാർപ്പിന്. അന്നേരം അതിൻ്റെ മുകളിലേക്ക് ഷീറ്റ് വാങ്ങിയിടണം. ഇനി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അമ്മയും മക്കളും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ടൗണിൽ പോയി. കുഞ്ഞാപ്പൂനെയും കൊണ്ടാണ് കേട്ടോ പോയേക്കുന്നത്.
അന്നേരം ഞാൻ അവർ പോയ തക്കത്തിന് വേഗം എന്താക്കി, വെള്ളരി ഉണ്ടായിരുന്നു, നമ്മൾ കണി വെച്ചതിൻ്റെ ബാക്കി ഒരു കഷ്ണം പരിപ്പിലിട്ടിട്ട് ബാക്കി ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അത് വേഗം ചെത്തി അടുപ്പത്ത് വെച്ചു കേട്ടോ. വിറകടുപ്പിലാണ് വെച്ചത്. അന്നേരം ഇതാ മീനുണ്ട്, അയിലയും മത്തിയും ഉണ്ടായിരുന്നു കേട്ടോ. 3 അയിലയും ലേശം മത്തിയും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം അത് എന്താക്കി വേഗം നന്നാക്കി ഉപ്പും മുളകും മഞ്ഞളൊക്കെ കൂടെ തിരുമ്മി അതും വെച്ചു കേട്ടോ. അതിന് പിന്നെ അത് അവിടെ ഇരുന്ന് സെറ്റായിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് കറീൻ്റെ പരിപാടി നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അന്നേരം വെള്ളരി അത് അവിടെ അങ്ങനെ വേകുന്നുണ്ട്. തീ ലേശം കുറവുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ പോയിട്ട് കൈ കഴുകാൻ പോയപ്പോൾ കേട്ടോ തീ നോക്കിയത്. അന്നേരം ആ പോക്ക് എന്താക്കി അടുപ്പും കൂടെ കത്തിച്ചിട്ട് കൈയൊക്കെ കഴുകിയിട്ട് ഇങ്ങോട്ട് കയറിപ്പോന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ അരക്കുന്നത് ഒരു ലേശം തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/4 മുറി അരമുറീൻ്റെ അടുത്ത് തേങ്ങ കേട്ടോ. ചെറിയ ജീരകം, ഒരു വലിയ അല്ലി വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കും. ലേശം പുളിയും പിഴിഞ്ഞെടുക്കും കേട്ടോ. നമ്മൾ തൈര് ഒഴിച്ചിട്ട് വെക്കും പോലെ ഒരു പുളി രസം ഉണ്ടായിക്കോട്ടെ എന്നിട്ട്. ഇതൊക്കെ ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഇവർ തലപ്പുഴ പോയിട്ട് വന്നു കേട്ടോ. തലപ്പുഴ പോയി വന്നാൽ അമ്മൻ്റെ കൂടെ പോയതാണ്. അതിനത് അവർ ഐസ്ക്രീം എന്തൊക്കെ പൊറോട്ട തിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വത്തക്കി മാങ്ങയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ അതൊക്കെ തീറ്റയൊക്കെ കഴിഞ്ഞ് ഇതാ കറീൻ്റെ ബാക്കി ഞാൻ അന്നത്തെ അടുപ്പിൽ തീയൊക്കെ കിട്ടും കേട്ടോ. ഭയങ്കര ചൂടുമായി ഷീറ്റിൻ്റെ. കഴിഞ്ഞപ്പോൾ അതൊക്കെ ചട്ടിയൊക്കെ എടുത്ത് അകത്തേക്ക് വന്നു കേട്ടോ. പിന്നെ ഗ്യാസുമ്മ തന്നെ വെച്ച് അരപ്പൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് നമ്മൾ സാധാ കറി താളിച്ച് വയ്ക്കുമ്പോൾ കറിയൊക്കെ താളിച്ച് വെച്ചു. പിന്നെ ഇതാ മീനും കൂടെ വറുക്കാൻ വെച്ചു. ഇന്ന് വേറെ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. ഇന്ന് വെള്ളരിക്കറിയും മീൻ വറുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ചാറും ഉണ്ട്. അന്നേരം ഇങ്ങനെയൊക്കെ മതി, നമുക്ക് ഇങ്ങനെയൊക്കെ മതി കേട്ടോ. ഒരു കറി, ഒരു അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ ഞാൻ പിന്നെ കുട്ടികളോട് നിങ്ങൾ വന്നപ്പോൾ ഊരിയിട്ടത് വേർപ്പ് ഉണക്കോടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈയോടെ സോപ്പ് വെള്ളത്തിലിട്ടിട്ടൊന്ന് ഒലുമ്പിട്ടോ പറഞ്ഞിട്ട് രണ്ടാളും അവരവരത് എടുത്തിട്ട് പോയി കേട്ടോ. നേരെ പോയി ചക്കര അലക്കി ആദ്യം പോയി, പിന്നെ പൊന്നൂസും പോയി. കുഞ്ഞാപ്പും അവരെ കൂടെ അത് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അത് കയ്യോടെ അതങ്ങ് തിരുമ്പിയിട്ടിട്ടില്ലെങ്കിൽ വേർപ്പ് ഉണക്കും. അങ്ങനെ തിരുമ്പലൊന്നും ഇല്ല കേട്ടോ. അല്ല ഞാൻ തന്നെ തിരുമ്പല്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, നിങ്ങളൊന്ന് വേറെ ചളിയൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ പോയിട്ട് ഇട്ടിട്ടുള്ളൂ, ഒന്ന് ഒലിമ്പിക്ക് പറഞ്ഞത്. കുഞ്ഞാപ്പൂനെ ചീത്ത പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറിപ്പോന്നാണ് കേട്ടോ. ഉച്ച സമയമല്ലേ, വെള്ളത്തിൽ കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ചൂടാണ് കേട്ടോ. ചൂട് എന്ന് പറഞ്ഞാൽ പെരും ചൂടാണ് കേട്ടോ. അവിടെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് മീൻ വറുത്തലൊക്കെ കഴിഞ്ഞു കേട്ടോ. മീൻ വറുത്തൽ കഴിഞ്ഞ് എല്ലാം മേശയൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാലാണ് ഉച്ചപ്പണി അടുപ്പിൻ്റെ അടുത്തത് കഴിഞ്ഞാൽ തൃപ്തികരാവുള്ളൂ. അതും കൂടെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ ചോറിഞ്ഞ കുട്ടികൾ ഇങ്ങോട്ട് പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അതിനി എല്ലാം കൂടി പോയി ചോറ് ഞങ്ങൾ കോലായിൽ ഇരുന്നിട്ട് കേട്ടോ ചോറിഞ്ഞ, അകത്തൊന്നും ഇരിക്കില്ല ചോറിഞ്ഞ. കോലായിൽ അങ്ങോട്ട് പോയി ആസ്വദിച്ച് അവിടെ ഇരുന്ന് അങ്ങോട്ട് തിന്നു കേട്ടോ. അന്നേരം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അന്നേരം നമ്മളെ കുഞ്ഞു വീഡിയോ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബായ് പറയാണ്. ഗ്യാസിൻ്റെ മുകളിലില്ലേ ഒരു ഇതില്ല കേട്ടോ. ഇതിൻ്റെ ഗ്യാസിൻ്റെ അടുപ്പ് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയത് കേട്ടോ. പിന്നെ അത് മേടിച്ചില്ല. പിന്നെ അടുപ്പ് കത്തിക്കലില്ല കേട്ടോ. കത്തിക്കലില്ല എന്ന് പറഞ്ഞാൽ ആ അടുപ്പ് ഇപ്പോൾ അവിടെ ഇങ്ങനെ സെറ്റായിപ്പോയി. കുറേ നാൾ കത്തിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ മെനക്കെടാൻ പോക്കില്ല. അതവിടെ അങ്ങനെ അങ്ങോട്ടും അനങ്ങൂല ഇങ്ങോട്ടും അനങ്ങാത്ത അവസ്ഥയാണ് കേട്ടോ. അതാണ് ആ അടുപ്പ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ ബായ്.